സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വാസന്ത പഞ്ചമി നാളിൽ ഇതിൻ്റെ 4ാമത്തെ പാരഗ്രാഫാണ്. പല്ലവി, അനുപല്ലവി, ചരണം, സമഷ്ടി ചരണം എന്ന് പറയും. 4ാമത്തെ പാരഗ്രാഫ് നോക്കാം. നമ്മള് 2.5 ശ്രുതി പഹാടി രാഗം പറഞ്ഞതല്ലേ ഒക്കെ. വന്നവൻ സദാസസ വന്നവൻ മൂട്ടി വിളിക്കേ. ഇതൊക്കെ പെട്ടെന്ന് പോകും. ഇതൊക്കെ നമ്മൾ ഒരേ പ്രയോഗങ്ങളാണ്, സ്വരങ്ങളൊക്കെ. മൂട്ടി വിളിക്കേ. ഒന്നുകൂടി നന്നായി പാടിത്തരാം. വന്നവൻ സദാസസ സദാസസ വന്നവൻ സദാസസ മൂട്ടി വിളിക്കേ. സദാ 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 സ പ മൂട്ടി വിളിക്കേ. സദാ 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 സ പ സദാ 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 സ പ മൂട്ടി വിളിക്കേ. അടുത്ത വീടിന്റെ പണിയുണ്ട് ഇവിടെ തൊട്ടടുത്ത്. ആ ശബ്ദമാണ് അത് കേൾക്കുന്നത്. അതൊന്നും മൈൻഡ് ചെയ്യരുത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. വാതിൽ പൊളി പരിരീരിക വാതിൽ പൊളി തുറക്കുവാനായി. കുറച്ച് നല്ല ചെയ്തരാണേ. പരിരീരിക വാതിൽ പൊളി വാതിൽ പൊളി പരിരീരിക പരിരീരിക വാതിൽ പൊളി തുറക്കുവാനായി. ഗരിസ തുറക്കുവാനായി. ഗരിസ തുറക്കുവാനായി. രീന്റെ പ്രയോഗം എന്തേ ആദ്യം ഞങ്ങളോട് എങ്ങനെയൊക്കെയാ പറഞ്ഞത്, അതുപോലെ നമ്മൾ ചെയ്തോളി. വാതിൽ പൊളി. എന്താ ബാക്കിയൊരു ടച്ച് ഇല്ലാത്ത. പരിരീരിക പരിരീരിക വാതിൽ പൊളി തുറക്കുവാനായി. ഒറ്റ പ്രാവശ്യം കൂടി. വാതിൽ പൊളി തുറക്കുവാനായി. അടുത്തത് വളയൊച്ചകൾ വളയോ ഗഗപ. ക്രിസ്പി തരാ, കുറേശ്ശെ ഇങ്ങനെ പാടിത്തരാം. വളയോ ഗഗപ വളയോ ചകൾ പാദവ ചകൾ. ഒന്നിച്ച് ചെയ്തുതരാം. വളയോ ചകൾ വളയോ ചകൾ ഗഗപ പാദവ വളയോ ചകൾ ഗഗപ പാദവ വളയോ ചകൾ കേൾപ്പിക്കാതെ. അത് തെറ്റുന്നുണ്ടെങ്കിൽ പറയണേ. നിങ്ങൾ വേർഡ്സ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോളി. തെറ്റില്ലാന്ന് എനിക്ക് തോന്നുന്നു. വളയോച്ചകൾ വളയോച്ചകൾ ഗഗപ പാദവ വളയോച്ചകൾ ഗഗപ പാദവ വളയോച്ചകൾ കേൾപ്പി പഗ കേൾപ്പി പഗ. മനസ്സിലായോ? കേൾപ്പിക്കാതെ. അവിടെ രീന്റെ പ്രയോഗം ഞാൻ പറഞ്ഞതാണ്. വലുത് ചെറിയ രീ ടച്ച് ചെയ്തും കൊണ്ട് ആ രീ എന്ന് പറയണം. ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരെല്ലാവരും. മനസ്സിലായോ? അതായത് ഗാന്ധാരം ടച്ച് ചെയ്തിട്ട് രീ വായിക്കരുത്. ചെറിയ രീ
ടച്ച് ചെയ്തിട്ട് വലിയ രീ വായിക്കാം. ഓക്കെ. വളയൊച്ചകൾ വളയൊച്ചകൾ കേൾപ്പി പക കേൾപ്പിക്കാതെ മനസ്സിലായോ? വളയൊച്ചകൾ കേൾപ്പിക്കാതെ ഒരുങ്ങി നിൽപ്പു ഞാൻ ഒരുങ്ങി 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 ഗഗപഗ ഒരുങ്ങി നിൽപ്പു ഞാൻ ഒരുങ്ങി നിൽപ്പു ഞാൻ ഗഗപഗ സ ഒരുങ്ങി നിൽപ്പു ഞാൻ വളയൊച്ചകൾ കേൾപ്പിക്കാതെ ഒരുങ്ങി നിൽപ്പു ഞാൻ. ഇനി അടുത്തത് ആരുമാരും അവിടെ ദസ സ സ സ സാരിസ ടച്ച് ചെയ്ത് വായിക്കാം. ദസ സ സ സ ഓക്കെ. ആരുമാരും ദസ സ സ സ ആരുമാരും വന്ന ദാനി ദദാദ അവിടെ ദാനിത ദാദ നീ വലുതാണ്, ദാദ ആ ദാ ചെറുതായിരിക്കും, അടുത്ത ദാ വലുത്. അതായത് ദ ദ ദ ദ ദ ദ ചെറുത് വലുത്. ഓക്കെ. ആരുമാരും വന്നതില്ല ദാനി ദദാദ നീസ ദാനിത ദാദ നീസ ദാനി ദദാദ നീസ വന്നതില്ല. മനസ്സിലായോ? ദസ സ സ സ ദാനി ദദാദ നീസ അടുത്തത് ആരുമാരും. ആരുമാരും വന്നതില്ല ആരുമാരും സരിരിനി ദദ ശരീരിനി നിധധ രീന്റെ മുകളിൽ കൊത്ത് കൊടുക്ക. ഒരു കൊത്ത് ടോപ്പാ. ആരുമാരും സരിരിനി ദദ ആരുമാരും ദ ദ പദനിരിനി ദ പ സദ സ ധ പദ നിരി നി ദ പ പ. ധ പദ നിരി നി ദ പ പ. ദ പദനിരിനി ദ പ സദ സ മറിഞ്ഞതില്ല ഇവിടെ മറിഞ്ഞതില്ല. അത് ആരും അറിഞ്ഞതില്ല. അപ്പൊ മായ ചേർത്തുണ്ട്. ആരുമാരും സരിരിനി ദദ മറിഞ്ഞതില്ല ദ പദനിരിനി ദ പ സദ സ മറിഞ്ഞതില്ല. മനസ്സിലായോ? ഒറ്റ പ്രാവശ്യം കൂടി. ടോപ്പാണ്, എനിക്ക് അധികം പോവില്ല. ആരുമാരും മറിഞ്ഞതില്ല ദ പദനിരിനി ദ പ സദ സ മറിഞ്ഞതില്ല.
അടുത്തത് എങ്ങനെ വരിക വെച്ചാല് ആരുമാരും വെറും സായാണ്. സാസ സാസ എന്നുള്ളൂ. ആരുമാരും വന്നതില്ല ആരുമാരും അവിടെ സാരിനിനി എന്നാണ് കേട്ടോ. ആരുമാരും എന്നുള്ള അതൊരു നൊട്ടേഷൻസ് മാറും. ആരുമാറുന്ന പഴയ ആദ്യത്തെ പോലെയല്ല. ആരുമാരു ആരുമാരു. മനസ്സിലായോ? ആരുമാരു ആരുമാരു മറിഞ്ഞതില്ല. അടുത്തത് ആത്മാവിൽ പദദാദര ആത്മാവിൽ സ്വപ്നവു ദപപദവ സ്വപ്നവു മായി മകാരി. മനസ്സിലായോ? മമ്മ ഗഗരി എന്നാണത് ടച്ച് ചെയ്ത് പറഞ്ഞു തരാ. ആത്മാവിൽ എന്നാ പറയുന്നതല്ലേ. ആത്മാവിൽ സ്വപ്നവു ആത്മാവിൽ പദദാദര ആത്മാവിൽ പദദാദര ആത്മാവിൽ സ്വപ്നവു ദപപദവ സ്വപ്നവുമായി കാത്തിരിപ്പു. അവിടെ ഇതിന്റെ ഇപ്പുറത്തതും ഞാൻ എന്തോ കാത്തിരിക്കും എന്നുള്ളത് പൂന്ന് പാടിപ്പോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞത് വേർഡ്സ് നിങ്ങൾ ക്ലിയർ ആക്കണം. നോട്ടേഷൻസ് തെറ്റൂലേ? ഒരിക്കലും തെറ്റൂല. ധൈര്യ അതാണ് അതിന്റെ വേര്. ധൈര്യമായി പഠിച്ചോളൂ. വേർഡ്സ് എനിക്ക് ഇടയ്ക്കൊക്കെ അങ്ങോട്ട് മാറിപ്പോകും. ഒറ്റയടി കൂടി ചെയ്യല്ലോ നമ്മള്. കാത്തിരിപ്പു പഗ സാസ ഒക്കെ പ്രയോഗം ചെയ്തതാണ് ആദ്യം. കാത്തിരിപ്പു ഞാൻ സദസപ സദസപ കാത്തിരിപ്പു ഞാൻ. ഇനി അടുത്തത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വാസന്ത. ഈ ഒരു വാസന്ത പഞ്ചമി മൊത്തം റൗണ്ട് ചെയ്ത് പോയിട്ട് ഇനി ലാസ്റ്റത്തെ ഒരു ചാൻസ് പറഞ്ഞുതരാം. വാസന്ത പസ പഗ പഞ്ചമി സ്ലാസ പഞ്ചമി നാളിൽ ഗാമ പഗരി സഗ. നാളിൽ നിങ്ങളിപ്പോ ഒന്ന് പാട്ട് വെച്ച് നോക്കണ്ടി. മൊബൈലിൽ കേൾക്കുന്നില്ല ശരിക്കത്. വളരെ മൈന്യൂട്ടായിട്ട് കേട്ടിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോഴത്തേക്ക് പാട്ട് നിന്നു. ഗാമ പഗരി സഗ ഇങ്ങനെ പാടി നിർത്തുന്നത്. വാസന്ത പഞ്ചമി താളത്തിൽ കുറച്ച് സ്പീഡായി കിട്ടോ പാട്ട്. അതിന് കണക്കായിട്ട് ഒപ്പിച്ച് പോണങ്ങള്. ഒറ്റ പ്രാവശ്യം കൂടി. വാസന്ത പഞ്ചമി ദേവി ക്ലിയർ ആട്ടോ. അപ്പൊ നിങ്ങളെന്താ ഞാൻ പറഞ്ഞത്? ഇത് ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആയി. വാസന്ത പഞ്ചമി മൊത്തം തീർന്ന്. നന്നായി പഠിച്ച് വളരെ മനോഹരമായി പാടി. ഇത്ര തന്നെ പറയാനുള്ളൂ. മനസാക്ഷിക്ക് വിപരീതമായിട്ട് ഒന്നും പ്രവർത്തിക്കാതെ നിൽക്കുക. ഇത്ര തന്നെ എനിക്ക് കൂടുതൽ പറയാനുള്ളൂ.
എന്നാൽ തന്നെ നമ്മുടെ ജീവിതം മൊത്തം വിജയിക്കും. മനസാക്ഷിക്ക് വിപരീതമായി പ്രവർത്തിച്ചാൽ ജീവിതകാലം മുഴുവൻ നമുക്ക് എന്താ പറയുക, ഉറക്കം വരില്ല, മനസമാധാനം കിട്ടൂല. എന്തിനു ഇനി നിൽക്കേണ്ട ആവശ്യം? സന്തോഷകരമായിട്ട് ജീവിക്കണമെങ്കിൽ സത്യസന്ധമായിട്ട് ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കാം. ഇനി അതല്ല, ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകളാണെങ്കിൽ, യുക്തിവാദികളാണെങ്കിൽ അവര് പിന്നെ നല്ല കർമ്മം മാത്രം ചെയ്താൽ മതി. മനസാക്ഷിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കാൻ മാത്രം മതി അവര്. മറ്റേ പിന്നെ ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കുന്നവരാണ്. ഇത് രണ്ടായാലും നല്ല മനുഷ്യന്മാരാണ് എല്ലാവരും. ഞാൻ പറഞ്ഞ മനസാക്ഷിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കാത്ത ആളുകളും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളും നല്ല ഇതായിരിക്കും. അതല്ലാത്ത ഒന്നും ഒരു ഇതില്ലാത്ത നിൽക്കുന്ന ആളുകൾ എപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവര് വേഗം ദൈവത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ മനസാക്ഷിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്നാൽ അവർക്കും രക്ഷപ്പെടാം. കുറേ ആളുകളുണ്ടല്ലോ, എന്താണെന്നും പറയാൻ എനിക്കറിയില്ല. എന്നാലും എല്ലാവരും നല്ല കർമ്മം ചെയ്ത് സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിക്കുക. ഓക്കെ.